ധീരഹ, ധീരനേ പറ്റൂ. എന്നാൽ ധീരൻ എന്നുള്ള വാക്ക് വളരെ തെറ്റായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലമാണ്. എന്തോ സാഹസികതയൊക്കെ ചെയ്താൽ ധീരനാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് വലിയ ധീരനാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ചാടി, അത് ധീരനാണോ? ഒലിച്ചു പോയി, അല്ലാണ്ടെന്താ? അല്ലെങ്കിൽ ഓടി സ്പീഡിൽ വരുന്ന തീവണ്ടീൻ്റെ മുമ്പിൽ നിന്നിട്ട് സെൽഫി എടുക്കുകയാണ്. മൃഗശാലയിൽ കരടിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുകയാണ്. എന്താ സംഭവിച്ചേ? അവൻ്റെ സെൽഫ് കരടി എടുത്തു, അത്ര തന്നെ. അല്ലാണ്ടെന്താ? അവൻ സെൽഫി എടുക്കാനാണ്, കരടി വന്ന് അവൻ്റെ സെൽഫ് എടുത്തു, അത്രയേ ഉള്ളൂ. എത്രയാ പെരുകുന്നത്! വലിയ പെട്ടി, വലിയ വോല്യം മണ്ടലൊക്കെ കയറി നിന്നിട്ടൊക്കെ സെൽഫി എടുക്കുക, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക. എന്തോ ഭാഗ്യത്തിന് വീണ് ചാവാണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ധീരതയാണെന്ന് വിചാരിച്ചു എന്താ ചെയ്യുക? ഇതൊക്കെ സാഹസികതയാണ്, അവിവേകമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കണം. അവിവേകമാണ്. ധീരത എന്ന് പറഞ്ഞാൽ ധിയം രാതി ഇതി ധീര. ബുദ്ധിയെ, മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ധീരൻ. തൻ്റെ മനസ്സ്, തൻ്റെ ബുദ്ധി തൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അവൻ ധീരൻ. അല്ലാണ്ട് ലോകം മുഴുവൻ നിയന്ത്രിച്ചാലും ധീരനാണെന്ന് അർത്ഥമില്ല. ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്, തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലാച്ചാൽ ധീരനല്ല. അപ്പൊ ധീര ശബ്ദം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. തീർത്തും മനോനിയന്ത്രണമുള്ളവൻ.